ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്തൻ, ഭാഗം 1965. ഇന്ന് മെയ് മാസം 18-ാം തീയതി, 138-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ക്രിസ്തുവചനങ്ങളോട്, യേശുവിന്റെ സുവിശേഷത്തോട് ഒപ്പം നടക്കണം, ജീവിക്കണം, വായിക്കണം. അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയിട്ട്, അങ്ങനെയൊക്കെ ആരൊക്കെയോ പറയുന്നത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. എന്നിട്ടും ഒന്നും ആരംഭിച്ചിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും ഒന്ന് സത്യസന്ധമായിട്ട് പങ്കുവെക്കാൻ പറ്റുമോ? ഒന്നും ആരംഭിച്ചിട്ടില്ല. ചില വേദഭാഗങ്ങൾ വീണ്ടും വീണ്ടും എന്തുകൊണ്ടാണ് കൂട്ടിക്കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ ഒഴിയാബാധയായതുകൊണ്ടാണ്. ഒഴിവാക്കാനായിട്ട് പറ്റുന്നില്ല. അത്തരമൊരു വേദഭാഗമാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ ആരംഭഭാഗം. യജമാനന്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടത്തിലേക്ക് ആ വേലക്കാരെ ജോലിക്കായിട്ട് അയക്കുകയാണ്. 1-ാം മണിയാണ് ജോലികൾ ആരംഭിക്കേണ്ട സമയം. 1-ാം മണി നമ്മുടെ കണക്കനുസരിച്ച് അത് 6 AM ആണ്. അനുസരണയുള്ളവരും ഒരുക്കമുള്ളവരും അച്ചടക്കമുള്ളവരും ഒക്കെ ആ സമയത്ത് തന്നെ തോട്ടത്തിലെത്തുന്നു, പണികൾ ആരംഭിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല എന്റെ വിഷയം, മറിച്ച് യജമാനനെ കുറിച്ചാണ്. 3-ാം മണിയും 6-ാം മണിയും എന്തിന് 9-ാം മണി നേരത്തും അയാൾ ചിലരെയൊക്കെ തോട്ടത്തിലേക്ക് പണിക്കായി പറഞ്ഞു വിടുന്നുണ്ട്. 3-ാം മണി എന്ന് പറയുമ്പോൾ അത് 9 AM എന്ന് നമ്മളൊന്ന് അറിയണ്ടേ. 6-ാം മണി 12 noon-ആണ്. 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 3 PM ആണ്. വീണ്ടും നമ്മളെ വല്ലാതെ യേശു അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നല്ല, നമ്മളെ തകർത്ത് കളയുന്നുണ്ട്. 11-ാം മണി നേരത്തും ചിലർക്ക് വേണ്ടി അവന്റെ മുന്തിരിത്തോട്ടത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. 5 PM ആണ്. കരുണയെക്കുറിച്ച് തന്നെയാണ്, ആ ഒരു ഹൃദയവിശാലതയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ എപ്പോഴൊക്കെയോ പറഞ്ഞതും കേട്ടതും ആവർത്തിച്ചതും. എന്തൊരു കരുണയും അനുഭാവവുമാണ്. എനിക്ക് ചിലപ്പം തോന്നുന്നുണ്ട്, കരുണയെക്കാളും ഒരു പടി അപ്പുറത്ത് ഒരു നീതി ഉണ്ടായിരുന്നു, ഒരു നീതിബോധം കണ്ടെത്താൻ പറ്റുമോ? കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. കരുണയെക്കാളും ഒരു പടി അപ്പുറത്തൊരു നീതിബോധവും കൂടി ഉണ്ട്. ഈ വേദഭാഗം ഒന്ന് വായിക്കണം കേട്ടോ. അവസാനം വരുന്നവരെയും ആദ്യം വരുന്നവരെ പോലെ തന്നെ സ്വീകരിപ്പാനായിട്ട് കരുണയും നീതിബോധവും ഒക്കെയുള്ള ഒരു യജമാനൻ നമ്മളെ കാത്തിരിപ്പുണ്ട്. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.